വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ സൗദി വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫൈസൽ ബിൻ ഫർഹാൻ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കും സൗദിക്കുമിടയിലെ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി മന്ത്രി ജയശങ്കർ അറിയിച്ചു. സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പെട്ടെന്ന് പുനരാരംഭിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് ഫൈസൽ ബിൻ ഫർഹാൻ ചർച്ചയിൽ അറിയിച്ചു. വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും 2019 ഒപ്പുവച്ച ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ എഗ്രിമെന്റിന്റെ പുരോഗതിയും ഇരുവരും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഫൈസൽ ബിൻ ഫർഹാൻ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റവും നിലവിലുള്ള സാഹചര്യവും നിലപാടുകളുമാണ് പ്രധാനമായും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാവുക. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്കുള്ള വിമാന സർവീസുകളുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ ഇന്ന് 70 കോവിഡ് കേസുകളും 5 മരണവും റിപ്പോർട്ട് ചെയ്തു. ജിദ്ദ, റിയാദ്, മദീന നഗരങ്ങളിൽ ആക്ടീവ് കേസുകൾ 100-ന് മുകളിലാണ്. 2357 പേരാണ് രാജ്യത്താകെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. 70 കോവിഡ് കേസുകളും 81 രോഗമുക്തിയും 5 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 44,013 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. രാജ്യത്ത് ഇതുവരെ 5,46,549 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 5,35,531 പേർ രോഗമുക്തി നേടി. 97.98% രോഗമുക്തി നിരക്ക്. 8,661 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 2,357 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 343 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 15-ഉം ജിദ്ദയിൽ 11-ഉം മദീനയിൽ 4-ഉം മക്കയിൽ 3-ഉം ദമാമിൽ 1-ഉം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 163-ഉം മദീനയിൽ 122-ഉം റിയാദിൽ 111-ഉം മക്കയിൽ 85-ഉം ദമാമിൽ 26-ഉം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 1,77,23,000-ഓളം പേർ വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ചു. 4,07,96,000-ഓളം ഡോസ് വാക്സിനാണ് ഇതുവരെ സൗദിയിൽ വിതരണം ചെയ്തത്. വാക്സിന്റെ 1 ഡോസ് മാത്രം സ്വീകരിക്കുന്നത് വഴിയോ കോവിഡ് വന്ന് ഭേദമാകുന്നത് മൂലം മാത്രമോ ഡെൽറ്റ വകഭേദത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നും 2 ഡോസ് വാക്സിൻ എടുക്കൽ അതുകൊണ്ട് തന്നെ അനിവാര്യമാണെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വക്താവ് മുഹമ്മദ് അബ്ദുൽ ആലി പറഞ്ഞു. 24 ജിദ്ദ. യുഎഇയിൽ ഇന്ന് 391 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. 505 പേർ രോഗമുക്തി നേടി. കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 2075 ആയി. 6,169 പേരാണ് യുഎഇയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ ഒമാനിൽ 3 ദിവസത്തിനിടെ 114 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 4,093 പേരാണ് ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 97% ഒമാനിലെ രോഗമുക്തി നിരക്ക്. നിലവിൽ 61 പേരാണ് കോവിഡ് ബാധിച്ച് ആശുപത്രികളിൽ കഴിയുന്നത്. കുവൈറ്റിൽ 24 മണിക്കൂറിനിടെ 56 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 41,180 ആയി. ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 2,439 ആയി. 84 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 40,908 ആയി. രാജ്യത്ത് 833 ആക്ടീവ് കേസുകളാണുള്ളത്. ഇവരിൽ 16 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. കുവൈറ്റിലെ ജഹ്റയിൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 150 നിയമലംഘകർ പിടിയിലായി. ഇതിൽ 70 പേർ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ്. ഭൂരിഭാഗം ഏഷ്യക്കാരും അറബ് വംശജരുമാണ്. അറസ്റ്റിലായവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവർക്ക് അഭയം നൽകിയവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. നിയമലംഘനത്തിന് പിടിയിലായവരെ തടവിലാക്കുകയും തുടർന്ന് നാട് കടത്തുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് ഒരാഴ്ചയ്ക്കിടെ 26,000-ലേറെ പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. റിയാദിൽ മാത്രം 9,000-ലേറെ പേർക്കെതിരെ നടപടിയെടുത്തു. കോവിഡ് ചട്ടലംഘനത്തിന് സൗദിയിൽ ഒരാഴ്ചക്കിടെ 26,050 പേർ പിടിയിലായി. കൃത്യമായി മാസ്ക് ധരിക്കാത്തതിനും അകലം പാലിക്കാത്തതിനും ആൾക്കൂട്ടത്തിനുമൊക്കെയാണ് നടപടി സ്വീകരിച്ചത്. നിയമലംഘകർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചു. റിയാദ് പ്രവിശ്യയിലാണ് കൂടുതൽ നിയമലംഘകരും പിടിയിലായത്. റിയാദിൽ 9,657-ഉം കിഴക്കൻ പ്രവിശ്യയിൽ 3,300-ഉം മക്ക മേഖലയിൽ 2,633-ഉം മദീനയിൽ 2,310-ഉം ഖസീമിൽ 2,184-ഉം ഹായിലിൽ 1,957-ഉം അൽജൂഫിൽ 1,532 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു.
മറ്റു പ്രവിശ്യകളിലെല്ലാം 1000-ൽ താഴെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം 100-ലധികം ഉപഭോക്താക്കൾ ഒരേ സമയം പ്രവേശിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ കൂട്ടം കൂടുന്നത് നിയന്ത്രിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഉപഭോക്താക്കൾ തവക്കൽന ആപ്ലിക്കേഷനിലെ ഗ്യാതറിംഗ് പ്ലേസ് കോഡ് വഴി പ്രത്യേക പെർമിറ്റ് വാങ്ങണം. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ ഡിസ്കൗണ്ട് വിൽപ്പനകൾ നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കി വാണിജ്യ മന്ത്രാലയം. ഡിസ്കൗണ്ട് നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വില അധികൃതർ പരിശോധിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വ്യാജ ഡിസ്കൗണ്ട് ഓഫറുകൾ തടയാനാണ് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ നടപടി. ഡിസ്കൗണ്ടിന് മുമ്പും ശേഷവും ഓരോ ഉൽപ്പന്നത്തിനും ഈടാക്കുന്ന നിരക്ക് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്ന് മന്ത്രാലയം വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ അറിയിച്ചു. ഡിസ്കൗണ്ടിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വില അറിയാൻ ഉപഭോക്താക്കൾക്കും അവകാശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക് കടകൾ, ഗ്രോസറി കടകൾ തുടങ്ങിയവ നൽകുന്ന സീസണൽ ഡിസ്കൗണ്ട് വിൽപ്പനകൾക്കെല്ലാം ഇത് ബാധകമാണ്. ഡിസ്കൗണ്ട് വിൽപ്പനയ്ക്ക് മന്ത്രാലയത്തിൽ നിന്നും പ്രത്യേക ലൈസൻസ് കരസ്ഥമാക്കണം. ഇത് ഉപഭോക്താക്കൾക്ക് കാണുവിധം കടകളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലൈസൻസ് കരസ്ഥമാക്കാൻ ഓൺലൈൻ സംവിധാനമുണ്ട്. ഡിസ്കൗണ്ട് നൽകുന്ന ശതമാനവും ഡിസ്കൗണ്ടിന് മുമ്പും ശേഷവുമുള്ള പ്രൈസും സെറ്റ് ചെയ്യണം. തഹ്ഫീലാത്ത് എന്ന മൊബൈൽ ആപ്പ് വഴിയും മഅറൂഫ് എന്ന വെബ്സൈറ്റ് വഴിയും സാധനങ്ങളുടെ മാർക്കറ്റ് വില അറിയാനുള്ള സൗകര്യമുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ തൊഴിൽ നൈപുണ്യ പരീക്ഷ പുരോഗമിക്കുന്നു. 500-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പരീക്ഷ നടക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നൈപുണ്യ പരീക്ഷ പ്രാബല്യത്തിൽ വന്നത്. പരീക്ഷയുടെ 2ാം ഘട്ടം ഈ മാസം ആദ്യത്തിൽ പ്രാബല്യത്തിൽ വന്നതോടെ 500-ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും വിദേശ തൊഴിലാളികൾക്ക് പരീക്ഷ നിർബന്ധമായി. വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് ലേബർ കാർഡിൽ രേഖപ്പെടുത്തിയ തൊഴിൽ ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. തിയറി, പ്രാക്ടിക്കൽ പരീക്ഷകളാണ് നടക്കുന്നത്. ആശാരിപ്പണി, മെക്കാനിക്, ഇലക്ട്രിക്കൽ, പെയിന്റിംഗ് തുടങ്ങി 1000-ലധികം ജോലികൾക്ക് പരീക്ഷ പാസ്സാകൽ നിർബന്ധമാണ്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് ആണ് പരീക്ഷ നടത്തുന്നത്. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഒക്ടോബർ 1-നും 6-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് നവംബറിലും 6-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഡിസംബറിലും പരീക്ഷ നിർബന്ധമാകും. വിജയിക്കുന്നവർക്ക് 5 വർഷത്തെ കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് നൽകും. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ വിദേശികൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. പുതിയ വിസയിൽ സൗദിയിലേക്ക് വരുന്നവർക്കായി അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ പരീക്ഷ നടത്തും. ജലീൽ കണമകലം, 24 ജിദ്ദ. മാരാരിക്കുളം ഓമനപ്പൊഴി ഓടപ്പൊഴിയിൽ മുങ്ങിമരിച്ച സഹോദരങ്ങളുടെ അമ്മ മേരി ഷൈനിക്ക് നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങുന്നു. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജിന്റെ ഇടപെടൽ മൂലമാണ് പ്രശ്നത്തിന് പരിഹാരമായത്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇവരുടെ ഭവനം സന്ദർശിച്ചിരുന്നു. തുടർന്ന് കുവൈറ്റ് OICC പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങരയ്ക്ക് വിഷയം എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. നാളെ കുവൈറ്റ് സമയം വൈകിട്ട് 6:45-നുള്ള വിമാനത്തിൽ മേരി ഷൈൻ നാട്ടിലേക്ക് പുറപ്പെടും. 18 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദിയിലെ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിച്ചു. +1, +2 വിദ്യാർത്ഥികളാണ് ഇന്നു മുതൽ ക്ലാസ്സിൽ എത്തി തുടങ്ങിയത്. 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ നിലച്ചുപോയ സ്കൂൾ അങ്കണത്തിലേക്കാണ് നീണ്ട 18 മാസങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വീണ്ടും വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയത്. സൗദിയിലെ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾക്കാണ് ഇന്നു മുതൽ ക്ലാസുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ച ക്ലാസുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജീകരിക്കാൻ സാധിക്കാത്തതിനാൽ ക്ലാസുകൾ തുടങ്ങുന്നത് ഒരാഴ്ച കൂടി നീട്ടുകയായിരുന്നു. 9, 10 ക്ലാസുകളിലെ കുട്ടികൾ തിങ്കളാഴ്ച മുതലും സ്കൂളിൽ എത്തിത്തുടങ്ങും. കോവിഡ് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 20 കുട്ടികൾ മാത്രമാണ് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസുകളിൽ തന്നെ തുടരുകയും ചെയ്യാം. +2 ക്ലാസുകളിലെ അധിക പേരും സ്കൂളിലേക്ക് നേരിട്ട് വന്ന് പഠിക്കുന്നതിന്റെ താൽപര്യം കാണിക്കുമ്പോൾ +1 വിദ്യാർത്ഥികൾ അധികവും ഇപ്പോഴും ഓൺലൈൻ പഠനം തുടരുകയാണ്. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അതികർശനമായ മേൽനോട്ടവും നിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ക്ലാസുകൾ മുന്നോട്ട് നയിക്കുന്നതെന്നും സ്കൂൾ അധികൃതരും വ്യക്തമാക്കി. It's a great event and really it's a great pleasure for all of us to see our dear students back to our classrooms and back to the corridors. It was a great challenge for all of us because under the guidelines provided by the Ministry of Education and Ministry of Health, almost 347 students have reported today in different classrooms, and each class with 20 students we have arranged here. Extremely thankful to all my dear parents for their sincere cooperation
in terms of following the guidelines and instruction provided by our principal and of course from the Ministry of Education. Zubairudnur, 24, Dama. ഇനി മറ്റു വാർത്തകളിലേക്ക്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ വിവാദം അവസാനിപ്പിക്കാൻ മുസ്ലിം ക്രൈസ്തവ മതനേതാക്കളെ നേരിട്ട് കണ്ട് കോൺഗ്രസിന്റെ അനുരഞ്ജന ശ്രമം. മതസൌഹാർദ്ദ അന്തരീക്ഷത്തിന് പിന്തുണ നൽകിയ മുസ്ലിം മതനേതാക്കൾ ബിഷപ്പിന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. മന്ത്രി VN വാസുവിന്റെ അഭിപ്രായം സർക്കാരിന്റേതാണോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ നിന്ന് തുടങ്ങിയ കൂടിക്കാഴ്ച അവസാനിച്ചത് കോഴിക്കോട് ബിഷപ്പ് ഹൌസിലാണ്. ഇതിനിടയിൽ ഒരു പകൽ നീണ്ടുനിന്ന ചർച്ച മുസ്ലിം മത നേതാക്കളുമായി കെ സുധാകരനും VD സതീശനും നടത്തി. മതസൗഹാർദ്ദം തുടരണമെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ബിഷപ്പിന്റെ പ്രസംഗം ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിച്ചു. മധ്യസ്ഥ ചർച്ച സർക്കാർ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രതികരണമുണ്ടായില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. വളരെ ഒരു നിരുത്തരവാദപരമായിട്ടാണ് ബിഷപ്പിനെ കണ്ട മന്ത്രി പോലും പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ പ്രതിബദ്ധതയില്ലാത്ത ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വ ബോധം കാണിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ ആ അലിഗേഷൻസ് ഉയർത്തുകയാണ്. അടിയന്തരമായി വിഷയം പരിഹരിക്കലാണ് ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണങ്ങളാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. സർക്കാർ നോക്കി നിൽക്കുകയാണെന്നും കർശന നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇത്തരം ചെയ്തികൾ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത കാര്യമാണ്. ഇസ്ലാമിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പ്രണയത്തിലൂടെ മതം മാറ്റുന്നത് മതപരമല്ല. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ സർക്കാർ ന്യായീകരിക്കാൻ പാടില്ലെന്നും സംസ്ഥ വ്യക്തമാക്കി. ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. മധ്യസ്ഥ ചർച്ചയല്ല, തെറ്റായ പ്രസ്താവന ബിഷപ്പ് പിൻവലിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സർക്കാർ നിലപാട് വ്യക്തമായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാദം ബിഷപ്പ് പിൻവലിക്കണമെന്നും അത് ചർച്ചയാക്കാൻ ആരും മുന്നോട്ട് വരാൻ പാടില്ലെന്നുമാണ് ഞങ്ങൾ നേരത്തെ ഇറക്കിയിട്ടുള്ളത്. എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് പരസ്പര സാഹോദര്യത്തിൽ മുന്നേറണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അഭ്യർത്ഥിച്ചു. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചകളുടെ തുടർച്ചയായി പാലാ ബിഷപ്പിനെ വീണ്ടും കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കും. 24 കോഴിക്കോട്. ശബരിമല വിമാനത്താവളത്തിന്റെ സാധ്യതകൾക്ക് തടയിട്ട് DGCA നൽകിയ റിപ്പോർട്ട് വിവാദത്തിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് അനുവദിക്കാനുള്ള യോഗ്യത നിർദ്ദിഷ്ട മേഖലയ്ക്ക് ഇല്ല എന്നാണ് DGCA സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കേരളം സമർപ്പിക്കാത്ത അപേക്ഷയിന്മേലാണ് DGCA റിപ്പോർട്ട് സമർപ്പിച്ചത്. ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ അവകാശ തർക്കം ഇപ്പോൾ പാലാ സബ് കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ അനുകൂല വിധി ലഭിച്ചാൽ മാത്രമേ കേരളത്തിന് ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥാപിക്കാനുള്ള അപേക്ഷ നൽകാൻ ഔദ്യോഗികമായി സാധിക്കൂ. അഥവാ മറിച്ച് കേരളം അപേക്ഷ നൽകിയാൽ അത് കോടതിയലക്ഷ്യമായി മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ മുൻപ് ഏതാനും ചില അനൌദ്യോഗിക ആശയവിനിമയം നടന്നതൊഴിച്ചാൽ കേരളം ഔദ്യോഗികമായി ഒരപേക്ഷയും ഇന്നുവരെ സമർപ്പിച്ചിട്ടില്ല. ലൂയി ബർഗറും KSIDCയും ചേർന്ന് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിനെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക അപേക്ഷയായി വ്യാഖ്യാനിച്ച് പദ്ധതി അപ്രായോഗികമാണെന്ന് വ്യോമയാന മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുകയാണ് DGCA. കൊച്ചിയിൽ നിന്നും 88ഉം തിരുവനന്തപുരത്ത് നിന്ന് 110 കിലോമീറ്റർ മാത്രം അകലെയാണ് ചെറുവള്ളിയിലേക്കുള്ളത്. മറ്റൊരു വിമാനത്താവളത്തിൽ നിന്നും 150 കിലോമീറ്ററിനുള്ളിൽ ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം സാധ്യമല്ല. കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമല്ല, ചട്ടപ്രകാരമുള്ള നീളം റൺവേക്ക് സാധ്യമല്ല, 2 ഗ്രാമങ്ങളെ ബാധിക്കും തുടങ്ങിയ നിരവധി എതിർ പരാമർശങ്ങളും DGCAയുടെ റിപ്പോർട്ടിലുണ്ട്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാനത്ത് 19,653 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,13,295 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 26,711 പേർ രോഗമുക്തി നേടി. 17.34% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 152 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 23,591 84 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ജില്ലയിൽ 2,810 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ, തിരുവനന്തപുരം ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 2000-ന് മുകളിലാണ്. WIPR 8-ന് മുകളിലുള്ള 678 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ 2,507 വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരും. ആദ്യ ഡോസ് വാക്സിനേഷൻ 89% പിന്നിട്ടു.
ഓണം ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച ഭാഗ്യവാനെ തേടി സംസ്ഥാനം. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലെ മീനാക്ഷി ലോട്ടറി ഏജൻസിയിലെ കൗണ്ടറിൽ നിന്നാണ് ഒന്നാം സമ്മാനം ലഭിച്ച TE 645485 നമ്പർ ടിക്കറ്റ് വിറ്റത്. തൃപ്പൂണിത്തുറയിലോ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ആളാകാം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്ന കണക്കുകൂട്ടലിലാണ് ലോട്ടറി ഏജൻസി. ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപയ്ക്ക് അർഹമായ നമ്പർ TE 645465. മീനാക്ഷി ലോട്ടറീസിന്റെ കോട്ടയത്തെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റ് തൃപ്പൂണിത്തുറയിലെ കടയിലെത്തിച്ചത്. ഈ കടയിലെ കൗണ്ടറിൽ നിന്ന് നേരിട്ടാണ് ടിക്കറ്റ് വിറ്റത്. എന്നാൽ ഈ ടിക്കറ്റ് വാങ്ങിയ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ തവണ ഓണം ബമ്പറിന്റെ 2-ാം സമ്മാനം ഇതേ കടയിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിനായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വഴി കൂടുതൽ കോടിപതി ലക്ഷാധിപതികളും കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും അത് ഇന്ന് സാധിച്ചത്, അത് ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങളുടെ കടയിൽ നിന്ന് റീറ്റെയിൽ കൗണ്ടറിൽ നിന്ന് കസ്റ്റമർ എടുക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം അതേറ്റുള്ള ഭാഗ്യമാണ് ഞങ്ങൾ കടയിൽ നിന്ന് എടുത്തതാണല്ലോ എന്ന് പറയുമ്പോൾ അതിനപ്പുറം സന്തോഷം വേറൊന്നുമില്ല. തിരുവനന്തപുരത്തെ ഗോർഗി ഭവനിൽ ധനമന്ത്രി KM ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തിയത്. ദീർഘകാലയളവിൽ കോവിഡിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ലോട്ടറിയുടെ നറുക്കെടുപ്പും വിൽപ്പനയും ഇടക്കാലത്ത് തീർത്തും നിന്നിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ഓണം ബമ്പർ ആദ്യത്തെ ബമ്പറാണ് ഇപ്പോൾ വന്നതിന് ശേഷം. ആ ബമ്പർ നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രയും ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ആദ്യം അടിച്ച ലോട്ടറിക്കപ്പുറം 54 ലക്ഷം ലോട്ടറി റെക്കോർഡ് വിൽപ്പനയാണ് ഈ പ്രാവശ്യത്തെ ഓണം ബമ്പറിൽ. 12 കോടിയിൽ നികുതിയും ഏജന്റ് കമ്മീഷനും കുറച്ച ശേഷം 7 കോടി 56 ലക്ഷം രൂപയാകും ഒന്നാം സമ്മാനം കിട്ടിയാൾക്ക് ലഭിക്കുക. ഈ വർഷം അച്ചടിച്ച 54 ലക്ഷം ലോട്ടറി ടിക്കറ്റുകളും വിൽപ്പന നടത്തിയിരുന്നു. 126 കോടി 56 ലക്ഷം രൂപയാണ് ഇത്തവണ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിച്ചത്. തിരുവനന്തപുരം കോട്ടയം ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുജേഷ് കണ്ണാട്ടിനെ കാണാനില്ല എന്ന് പരാതി. വീട്ടുകാരുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പാർട്ടി പുറത്താക്കിയതിൽ മനോവിഷമമുണ്ടായിരുന്നുവെന്നും നേരത്തെ CPIM-ൽ നിന്നും ഭീഷണി നേരിട്ടിരുന്നുവെന്നും അച്ഛൻ കൃഷ്ണൻ പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയോടെ സുജേഷിനെ കാണാനില്ലെന്നും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും സുജേഷിന്റെ സഹോദരനാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സുജേഷിന് പലവട്ടം CPM-ൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അച്ഛൻ കൃഷ്ണൻ പ്രതികരിച്ചു. ആദ്യം ഉണ്ടായിരുന്നു, അവന് ഭീഷണിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും അറിയില്ല. ഇപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. വൈഫ് വിളിച്ചു, വീട്ടിലെ ഞാൻ കുറെ വിളിച്ചു, അമ്മ കുറെ വിളിച്ചു, വീട്ടിലൊന്നും അറിയില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് 2 മാസം മുൻപാണ് സുജേഷിനെ CPIM പുറത്താക്കിയത്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ ഏറെക്കാലമായി നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. ബാങ്കിന് മുന്നിൽ നടത്തിയ ഒറ്റയാൾ സമരത്തോടെയാണ് ശ്രദ്ധ നേടിയത്. കരുവന്നൂർ ബാങ്കിൽ നിന്നും 50 ലക്ഷത്തിൽ കൂടുതൽ വായ്പയെടുത്തവരിൽ പാർട്ടി അംഗങ്ങളുമുണ്ടെന്ന് സുജേഷ് ആരോപിച്ചിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തൃശൂർ. കോടികളുടെ ക്രമക്കേട് ആരോപണം നിലനിൽക്കുന്ന മലപ്പുറം AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം. 32 ജീവനക്കാരെയാണ് ഭരണസമിതി സ്ഥലം മാറ്റിയത്. ബാങ്കിലെ ക്രമക്കേടുകളിൽ മൊഴി നൽകിയവരെ അടക്കമാണ് സ്ഥലം മാറ്റിയത്. സംഭവത്തിൽ അസ്വാഭാവികതയില്ല എന്നും 2 വർഷം കൂടുമ്പോൾ നടക്കേണ്ട സ്വാഭാവിക നടപടി മാത്രമാണ് ഇത് എന്നും ബാങ്ക് ഭരണസമിതി വിശദീകരിച്ചു. കാസർഗോഡ് മേൽപ്പറമ്പിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ അധ്യാപകൻ അറസ്റ്റിലായി. മുംബൈയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആദൂർ സ്വദേശി ഉസ്മാനെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമം വഴി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പ്രതി പെൺകുട്ടിക്ക് അയച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതിയാണ് ദേളിയിലെ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ 8ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം സ്കൂളിലെ അധ്യാപകനായ ഉസ്മാന്റെ മാനസിക പീഡനമാണെന്ന് പിതാവ് ആരോപിച്ചിരുന്നു. ഉസ്മാൻ പെൺകുട്ടിക്ക് തുടർച്ചയായി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പിതാവ് അധ്യാപകനെ വിലക്കിയിരുന്നു. പെൺകുട്ടിക്ക് അയച്ച സ്വകാര്യ സന്ദേശങ്ങൾ ഇയാൾ പ്രചരിപ്പിച്ചതായി പോലീസിന് സൂചന ലഭിച്ചതിന് പിന്നാലെ കേസിൽ പ്രതി ചേർത്തതോടെ ഉസ്മാൻ ഒളിവിൽ പോവുകയായിരുന്നു. ഒരാഴ്ചയായി മുംബൈയിലെ ഒളിയിടത്തിൽ കഴിഞ്ഞ പ്രതിയുടെ ഫോൺ പിന്തുടർന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അധ്യാപകനെതിരെ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്.
മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്രായപൂർത്തിയാകാത്ത +2 വിദ്യാർത്ഥിയുടെ വിവാഹം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹല്ല് ഖാസി എന്നിവർക്കെതിരെയാണ് കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 9-ന് പെൺകുട്ടിയുടെ അമ്മാവന്റെ വീട്ടിൽ വെച്ചായിരുന്നു നിക്കാഹ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പരാതി നൽകിയതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കൗൺസിലറുടെ സഹായത്തോടെ വിദ്യാർത്ഥിനിയുടെയും വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുത്തത്. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹല്ല് ഖാസി, ചടങ്ങിൽ പങ്കെടുത്തവർ എന്നിവർക്കെതിരെയാണ് കേസ്. ഈ വിവാഹവുമായി സഹകരിക്കുന്ന ആളുകൾ പോലും, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതിന് ഭക്ഷണം നൽകുന്ന ആളുകൾ, മറ്റുള്ള ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നിവരെയൊക്കെ ഇത്തരം നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതും അവരൊക്കെ ഈ കുറ്റകൃത്യത്തിൽ ഭാഗവാക്കായതായി കണക്കാക്കുന്നതുമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ഭർത്താവിനും രക്ഷിതാക്കൾക്കും ചടങ്ങിന് നേതൃത്വം നൽകുന്നയാൾക്കുമെതിരെ കേസെടുക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 24 മലപ്പുറം. സ്പോർട്സ് വാർത്തകൾ നോക്കിയാൽ IPL 14-ാം സീസൺ പുനരാരംഭിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യ ജയം. മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ 20 റൺസിന് തോൽപ്പിച്ചു. 157 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന മുംബൈക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 50 റൺസ് എടുത്ത സൗരഭ് തിവാരിയാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. ബാറ്റിംഗിനിടെ 23 റൺസ് എടുത്ത ഡ്വെയ്ൻ ബ്രാവോ 3 വിക്കറ്റ് വീഴ്ത്തി ഓൾറൗണ്ട് മികവ് പുറത്തെടുത്തു. 88 റൺസ് എടുത്ത ചെന്നൈയുടെ ഋതുരാജ് ഗെയ്ക്വാദാണ് കളിയിലെ താരം. ഇതോടെ ഗൾഫ് ഫോക്കസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.